ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പ്രിസൈഡിംഗ് ബിഷപ്പ് തോമസ് അബ്രഹാം തിരുമേനി, UAE സെന്ററിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട OP പൗലോസ് അച്ഛന്, UAE സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സജി ജോർജ് അച്ഛന്, അതുപോലെ തന്നെ ദോഹ പാരിഷിന്റെ വികാരി ആയിരിക്കുന്ന ജേക്കബ് തോമസ് അച്ഛന്, അതുപോലെ കുവൈറ്റ് പാരിഷിന്റെ വികാരി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ ജോൺ മാത്യു അച്ഛൻ, അതുപോലെ ഇന്ന് സ്വാഗതം ചെയ്ത മിസ്റ്റർ ബിജോയ് ചാണ്ടി GST സെക്രട്ടറി, അതുപോലെ മിസ്റ്റർ റെനി തോമസ് UAE സെൻട്രൽ സെക്രട്ടറി, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവന്ദനം. അതുപോലെ തന്നെ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന UAE സെന്ററിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വാസ സമൂഹത്തിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ആൻഡ് എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച നിങ്ങളുടെ സെൻട്രൽ പ്രസിഡന്റ് OP പൗലോസ് അച്ഛനോടും, അതുപോലെ UAE സെൻട്രൽ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റെനി തോമസിനോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഓഫീസ് ബെയറേഴ്സ് പല പ്രാവശ്യം എന്നെ വിളിക്കുകയും വ്യക്തമായുള്ള കാര്യങ്ങൾ എന്നെ അറിയിക്കുകയും പലപ്പോഴും എന്നെ വിളിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് നിർദ്ദേശങ്ങൾ തന്ന, സഹായിച്ച, ഉപദേശം തന്ന എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രാർത്ഥിച്ച് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദി കണ്ടംപററി ചാലഞ്ചസ് എന്നുള്ളതാണ്. കർത്താവിന്റെ വരവിനെ പറ്റി പറയാനാണെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും ഒരു മാസമൊന്നും പോരാ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. എന്നാൽ ചുരുക്കമായിട്ട് ഈ വിഷയത്തെ സംസാരിച്ചതിന് ശേഷം നമ്മുടെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നെ സന്ദേശം അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് ഇന്ത്യയിലെ ഒരു തൊഴിലാളി, UP-യിലേക്ക് നടന്നു പോകുന്ന ഒരു തൊഴിലാളിയോട് ഒരു TV ഇന്റർവ്യൂക്കാരൻ ചോദിച്ചു, കൈസാ ഹൈ കോവിഡ്, കൈസാ ഹൈ, കോവിഡ് എങ്ങനെയുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞു, പഹലി ബാർ ചൈന വാലോനെ അസ്ലി ചീസ് भेजा है, अभी तक उन्होंने नकली चीज भेज रहा था, हमको इस बार असली चीज मिला है. എല്ലാ പ്രാവശ്യവും ചൈനക്കാരൻ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ അയക്കാറുള്ളൂ, ഈ പ്രാവശ്യം നല്ല ഒറിജിനൽ സാധനം അയച്ചിട്ടുണ്ട്. ആ തൊഴിലാളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുമായാലും അയച്ചാലും ഇല്ലെങ്കിലും ഇത് ലോകം മുഴുവനും കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും ഇടയിലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റൊരാൾ പറഞ്ഞു, ഇപ്പം വായു മൂടിക്കെട്ട് നടക്കുക, എല്ലാവരും സംസാരിക്കുകയാണോ കരയുകയാണോ ചിരിക്കുകയാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, വായു മൂടിക്കെട്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. വേറൊരു മനുഷ്യൻ പറഞ്ഞു, ഇപ്പോഴാണ്, പണ്ടൊക്കെ കല്യാണം ഉണ്ടാകാൻ പോകുമ്പോൾ കൈ പോലും കഴുകത്തില്ല, ഇപ്പൊ 3, 4, 5 പ്രാവശ്യം കൈ കഴുകുക, ഒരു കല്യാണം പോലും കിട്ടുന്നില്ല, ഒരു കല്യാണത്തിന് ആരും വിളിക്കുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നുമില്ല. ഇതൊക്കെ സാധാരണ പറയുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഈ കോവിഡ് കാലത്ത് ഒരു ഇറ്റാലിയൻ മനുഷ്യന് വെന്റിലേറ്ററിൽ കിടന്നിട്ട് ആഴ്ചകളോളം വെന്റിലേറ്റർ സഹായത്തോടെ ശ്വാസോച്ഛ്വാസം നടത്തിയ മനുഷ്യൻ ഇറങ്ങി വരുമ്പോ ഹോസ്പിറ്റലിലെ കൗണ്ടറിലെ അദ്ദേഹത്തിന്റെ ബില്ല് അദ്ദേഹം റിസീവ് ചെയ്യുമ്പോൾ he was surprised to see the big bill. After spending 2 or 3 weeks in the ventilator, he saw the bill. That was a huge bill. ആ മനുഷ്യൻ ആ ബില്ല് കൈവച്ചുകൊണ്ട് കരഞ്ഞെന്നാ പറയുന്നത്. He cried. ആൾക്കാർ ചോദിച്ചു, ബില്ലടയ്ക്കാൻ കാശില്ലയോ? Do you have money to pay the bill? ആ മനുഷ്യൻ പറഞ്ഞു, no, I have money, but I never thank God for the last 93 years for the free oxygen I received from God. കഴിഞ്ഞ 93 വർഷക്കാലം ദൈവം എനിക്ക് തന്ന ഫ്രീ ഓക്സിജൻ ഒരു 5 പൈസ ഞാൻ കൊടുത്തിട്ടുമില്ല, ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടില്ല, ഞാൻ അതിന് കരഞ്ഞതാണെന്ന് പറഞ്ഞു. ജീവിതത്തിൽ എണ്ണമില്ലാത്ത നന്മകൾ അനുഭവിച്ചപ്പോ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ നന്ദി പറഞ്ഞിട്ടില്ല. കോവിഡ് സമയം നമുക്ക് നന്ദി പറയാനുള്ള ഒരു അവസരമായിട്ട് എടുക്കാം. എണ്ണമില്ലാത്ത നന്മകൾ കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചവനായ ദൈവം, ആ ദൈവത്തിന് 1000, 10,000 നന്ദികൾ കരയറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി നമുക്ക് ഇരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കട്ടെ.
ലൂക്കോസിന്റെ The Gospel according to Saint Luke chapter 21 verse 27. ഞാൻ അത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ആ വാക്യം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. നമുക്ക് ഒരു വാക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. Let us pray and bow our head and look to the Lord in prayer. ദൈവമായ കർത്താവെ, അവിടുത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും കോവിഡ് ഭീതിയിലായിരിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് തിരുമുഖത്തേക്ക് നോക്കുവാൻ, പ്രത്യേകിച്ച് UAE സെന്ററായിട്ട് കർത്താവെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് എന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുവചനം ജീവനുള്ള വചനമായിരിക്കാൻ സ്തുതിക്കുന്നു. Thank you, Lord. Your word is a living word and a light unto our feet and a lamp unto our feet. കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ സ്തുതിക്കുന്നു. ആ വചനം കൊണ്ട് UAE-യിലായിരിക്കുന്നവരെയും ഇന്ത്യയിലായിരിക്കുന്നവരെയും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ COVID-19 കാലത്ത് ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യൻ ചോദിക്കാറുണ്ട്. വേർ ഈസ് ഗോഡ്? എവിടെയാണ് ദൈവം? വൈ ഹി ഈസ് സൈലന്റ്? എന്തുകൊണ്ട് അദ്ദേഹം നിശബ്ദനാണ്? ഈസ് ഇറ്റ് എ സൈൻ ഓഫ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്? ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ ലക്ഷണമാണോ? ഈസ് ഇറ്റ് ദി എൻഡ് ഓഫ് ദി ഏജ്? ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണോ? വൈ ഓൾ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ്? എന്തുകൊണ്ട് ഇതൊക്കെയും സംഭവിക്കുന്നു? വൈ ബാഡ് തിങ്സ് ഹാപ്പൻസ് ടു ഗുഡ് പീപ്പിൾ? എന്തുകൊണ്ട് നല്ല ആളുകൾക്ക് തെറ്റായത് സംഭവിക്കുന്നു? വിശുദ്ധ വേദപുസ്തകം ഇതിന് എന്ത് ഉത്തരം നൽകുന്നു? Does God is in control? ദൈവമെല്ലാം നിയന്ത്രിക്കുന്നുണ്ടോ? Or he is in out of control? ദൈവം എല്ലാത്തിന്റെയും നിയന്ത്രണം എടുത്തിട്ടില്ലയോ? ദൈവ പൈതലിന് ആശ്വാസം നൽകുന്നത് ദൈവത്തിന്റെ വചനം തന്നെയാണ്. And let us look at the present problem in the light of the second coming of Jesus Christ. കർത്താവിന്റെ വരവും തുടർന്നുള്ള സംഭവങ്ങളെ പറ്റി കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക കാലത്ത് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവ് തന്നെ തന്റെ തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ച ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായവും 25-ാം അധ്യായവും. ആ ഭാഗത്തേക്ക് നമ്മുടെ ചിന്തകൾ ഒന്ന് തിരിക്കുക. Now, Matthew chapter 24 and 25 is known as the Olivet Discourse of Jesus Christ. യേശുക്രിസ്തുവിന്റെ ഒലിവുമല സംഭാഷണം എന്നറിയപ്പെടുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായവും 25-ാമത്തെ അധ്യായവും. അത് നമ്മൾ മറ്റു സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 5 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെ വാക്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തില് 318 പ്രാവശ്യം കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. In the New Testament, it is mentioned 380 times about the second coming of Christ. Altogether, it is mentioned in 260 chapters of the New Testament. പുതിയ നിയമത്തിലെ ഏകദേശം 260ഓളം അധ്യായങ്ങളിൽ ബന്ധപ്പെട്ട് ഏകദേശം 318 പ്രാവശ്യം കർത്താവായ യേശുവിന്റെ വരവിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. To begin with, let me tell you the 9 compelling reason why Christ should come. കർത്താവ് വരണമെന്നുള്ളതിന്റെ 10ഓളം കാരണങ്ങൾ, 10 compelling reason why Christ should come. കർത്താവ് എന്തിനു വരണം? ഒന്ന്, the promises of God requires that Jesus must return. ദൈവ വാഗ്ദാനങ്ങൾ നിറവേറണമെങ്കിൽ യേശു തമ്പുരാൻ കടന്നു വരണം. രണ്ടാമതായി, secondly, the promises of Jesus requires his return. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ യേശുവിന്റെ വാഗ്ദാനങ്ങൾ നിറവേറണമെങ്കിൽ താൻ കടന്നു വരണം. അവിടെ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിൽ വിശ്വസിപ്പിൻ, എന്റെ പിതാവിലും വിശ്വസിപ്പിൻ, എന്റെ പിതാവിന് പോലെ തന്നെ വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. Praise the Lord. So the promises of Jesus requires his second coming. And thirdly, the guarantee of the Holy Spirit requires that
Jesus should return. Ephesians chapter 1 verse 4. പരിശുദ്ധാത്മാവിന്റെ മുദ്ര, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുടെ നിറവേറണം എന്നുണ്ടെങ്കിൽ, അതിന്റെ പൂർത്തീകരണം നിറവേറണം എന്നുണ്ടെങ്കിൽ കർത്താവായ യേശു കടന്നു വരണം. ആൻഡ് ഫോർത്തിലി, നാലാമതായി, the plan of God for his church requires Christ's second coming. Revelation chapter 2 verses 5 to 7. സഭയെ പറ്റിയുള്ള ദൈവിക പദ്ധതി നിറവേറണമെങ്കിൽ യേശു വരണം. ആൻഡ് അഞ്ചാമതായിട്ട്, the God's program for the unbelieving nations requires his return. ജാതികൾക്കായുള്ള ദൈവിക പദ്ധതി നിറവേറണമെങ്കിലും യേശു കടന്നു വരണം. ജോയൽ ചാപ്റ്റർ 3 1 to 2 and Joel chapter 3 verse 15. ജോയൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളും യോവേൽ 3:15. ആറാമതായി, ഗോഡ്സ് പ്രോഗ്രാം ഫോർ ഇസ്രായേൽ ഡിമാൻഡ്സ് ക്രൈസ്റ്റ് റിട്ടേൺ. ഇസ്രായേലിനെ പറ്റിയുള്ള ദൈവിക പദ്ധതി നിറവേറണമെങ്കിലും യേശു കടന്നു വരണം. ഏഴാമതായി, ക്രൈസ്റ്റ് ഹ്യൂമിലിയേഷൻ ഡിമാൻഡ്സ് ഹിസ് റിട്ടേൺ. യേശു ക്രിസ്തു താഴ്മ ധരിച്ചു വന്നവനാണെങ്കിൽ അവന്റെ ഉയർച്ച നടക്കണമെങ്കിൽ രണ്ടാമതായി താൻ കടന്നു വരണം. അത് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. The judgment of Satan requires his second coming. പിശാചിന്റെ ന്യായവിധിക്കായി യേശു വന്നേ മതിയാകൂ. Revelation 20:10. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഒൻപതാമായിട്ട്, the expectation of the believers demands Christ's second coming. വിശ്വാസികളുടെ പ്രത്യാശ നിവർത്തീകരണത്തിനായി യേശു കടന്നു വരണം. Titus 2:13 and 2 Timothy 4:8. തീത്തോസിന്റെ പുസ്തകം 2:13, 2 തിമോത്തിയോസ് 4:8. പുതിയ ഭൂമി, പുതിയ ആകാശം തുടങ്ങിയ ദൈവത്തിന്റെ പദ്ധതി നിറവേറണമെങ്കിൽ യേശു ക്രിസ്തു വന്നേ മതിയാകും. വെളിപ്പാട് 21:4, Revelation 21 verse 1. The new heaven and the new earth demands the second coming of Jesus. 10 compelling reasons ഞാൻ നിങ്ങളോട് പറഞ്ഞു. And now we will move our attention or turn our attention to the Gospel of Matthew chapter 24. 24-ാം അധ്യായത്തിലേക്ക്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. And this happened at the Mount of Olives and it is known as the Olivet Discourse. മത്തായി 24-25 യേശു ക്രിസ്തുവിന്റെ ഒലിവുമല സംഭാഷണമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ യേശുവിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 3 questions are asked by the disciples to Jesus Christ. അവിടെ disciples asked him 3 questions. മത്തായി 24-ല് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഞാൻ വായിക്കുന്നു. യേശു ദേവാലയം വിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കില്ലെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: Jesus left the temple and was going away when his disciples came to point out to him the building of the temple. But he answered them, you see all this, do you not? Truly I say to you, there will not be left here one stone upon another that will not be thrown down. മലയാളത്തിൽ പിന്നെ എഴുതുന്നുണ്ട്, അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. Verse 3 says, as he sat on the Mount of Olives, the disciples came to him privately, saying, tell us, when will these things be, and what will be the sign of your coming and close of the age? 3 ചോദ്യങ്ങൾ യേശുവിനോട് ചോദിച്ചു. നമ്പർ 1, ഇത് എപ്പോൾ സംഭവിക്കും? കല്ലിന്മേൽ കല്ല് ശേഷിക്കുന്നത് എപ്പോൾ സംഭവിക്കും? The second question, നിന്റെ വരവിന്റെ അടയാളം എന്താണ്? The third question, ലോകാവസാനം എന്ത് സംഭവിക്കും? The first question was, when the destruction of the Jerusalem will take place. Number 2, what are the signs of your coming? And third question was, what are the signs of the end of the age? ലോകാവസാനത്തിന്റെ അടയാളം എന്തായിരിക്കും? നമ്മുടെ കർത്താവ് വളരെ ഭംഗിയായി ഈ 3 ചോദ്യത്തിന് മറുപടി കൊടുത്തു. ലോക ചരിത്രത്തിൽ വരുവാനുള്ളതിനെ പറ്റി ഇത്രയും വ്യക്തമായി തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തി നമ്മുടെ കർത്താവല്ലാതെ മറ്റാരുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് സന്തോഷിപ്പാൻ വകയുണ്ട്, നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ലോക ചരിത്രത്തിൽ ഇത്രയും കൃത്യമായിട്ട് മറ്റാരും ലോകാവസാനത്തെ പറ്റിയും തന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയും യെരുശലേമിന്റെ നാശത്തെ പറ്റിയും
മറ്റാരും പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത് വ്യക്തമായി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നാമതായിട്ട് അവരുടെ ചോദ്യമാണ്, അത് എപ്പോൾ സംഭവിക്കും? ഏതാണ്? കല്ലിന്മേൽ കല്ല് ശേഷിക്കാവുന്ന അത് എപ്പോൾ സംഭവിക്കും? when that will happen? നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിന് അതിന് ഉത്തരമില്ല. In Gospel of Matthew chapter 24, no answer is given to that question. യഹൂദന്മാര് അഡ്രസ് ചെയ്യുന്ന മത്തായി, യേശുവിനെ രാജാവായിട്ട് കാണുന്ന മത്തായി അതിന് ഉത്തരം കൊടുത്തിട്ടില്ല. എന്നാൽ അതിന് ഉത്തരം കൊടുത്തിരിക്കുന്നത് ലൂക്കോസ് ആണ്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 20 മുതൽ 24 വാക്യങ്ങളിൽ ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്. Though the answer of the first question is not given in Matthew, the answer is given in Luke chapter 21, 20 to 24. അത് നമ്മളെ പിന്നീട് നമ്മുടെ കാലത്ത് നാം ആയിരിക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം നിവൃത്തീകരിക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. AD 70 നമുക്കറിയാം റോമൻ ചക്രവർത്തി ആയിരുന്ന ടൈറ്റസ് ഓർ തീത്തോസ് കടന്നു വന്ന് യെരുശലേമിനെ നശിപ്പിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. In AD 70, the Roman emperor Titus came and destroyed the temple of Jerusalem. നമുക്കറിയാം 6 നൂറ്റാണ്ടിന് മുമ്പ് 586 BC ബാബിലോൺ ചക്രവർത്തിമാര് യെരുശലേം ദേവാലയം നശിപ്പിച്ചെങ്കിൽ അതിനെക്കാട്ടിൽ വളരെ ക്രൂരമായി AD 70 ദേവാലയം നശിപ്പിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ കല്ലിന്മേലെ കല്ല് ശേഷിക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്കറിയാം ടൈറ്റസിന്റെ നേർത്തി കടന്നു വന്ന റോമ ചക്രവർത്തിമാർ, റോമൻ പടയാളികള്, നമുക്കറിയാം യെരുശലേമിന്റെ ഏറ്റവും മനോഹരമായ ദേവാലയമായിരുന്നു. സ്വർണങ്ങളാൽ പ്ലേറ്റഡ് ആയിരിക്കുന്ന ഭിത്തികളായിരുന്നു എന്ന് നമുക്കറിയാം. റോമ ചക്രവർത്തി യെരുശലേം ദേവാലയം തീ വെച്ച് നശിപ്പിച്ചു. ആ സമയത്ത് സ്വർണം ഉരുകി വന്നെന്നാ പറയുന്നത്. ഉരുകി വന്ന സ്വർണം കല്ലുകളിൽ വന്ന് പതിച്ചു. ആ സ്വർണം എടുക്കാൻ വേണ്ടി ഓരോ കല്ലുകളും അവർ ഇളക്കി മറിച്ചെന്നാ പറയാം. അങ്ങനെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വരും എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ പ്രവചനം അവിടെ നിവർത്തിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നടന്ന് സംഭവിച്ച അല്ലെങ്കിൽ നടന്ന ഒരു സംഭവമാണ്. ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദി ജെറുസലേം is already happened in AD 70 and it was done by the Roman emperor Titus and they destroyed it. മൂന്നാമത്തെ ചോദ്യം നമുക്കറിയാം. യേശുക്രിസ്തുവിനോട് ചോദിച്ചത് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണെന്നാ. യേശുക്രിസ്തു നേരെ തിരിച്ചാണ് ആൻസർ പറഞ്ഞത്. യേശു ആദ്യം പറഞ്ഞത് ലോകാവസാനത്തിന്റെ അടയാളമാണ്, രണ്ടാമതായിട്ട് തന്റെ വരവിന്റെ അടയാളമാണ്. റിവേഴ്സ് ഓർഡറിൽ കർത്താവ് പറഞ്ഞു. നമുക്ക് ആ റിവേഴ്സ് ഓർഡർ നേരെയാക്കി മുന്നോട്ട് പോകാം. രണ്ടാമത്തെ ചോദ്യം, ലോകാവസാനത്തിന്റെ അടയാളം എന്താണ്? ഇവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക. ലോകാവസാനത്തിന്റെ അടയാളം സ്മൂത്ത് ആയിരിക്കില്ല. മന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ വരുന്നുണ്ടെ വഴിയെല്ലാം ക്ലിയർ ആക്കി കൊടുക്കും, ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. പിന്നെ പൈലറ്റ് കാറും അകമ്പടികളും ഒക്കെ ഉണ്ട്. അഥവാ ആരെങ്കിലും തടസ്സപ്പെടുത്തിയെങ്കിൽ അവനെ വെടിവെച്ച് കൊല്ലും, അല്ലെ അവനെ ഓടിക്കോളും. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ എല്ലാം സമാധാനമായിരിക്കും എന്ന് പറഞ്ഞ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോവിഡിനേക്കാട്ടിൽ ഭയങ്കരമാണ് വരാനുള്ളതെന്ന് നാം മനസ്സിലാക്കണം. ഇതൊക്കെ ആരംഭങ്ങളാണെന്ന് വിശുദ്ധ വേദോസ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. താഴോട്ട് വായിക്കാം നമുക്ക്. ലോകാവസാനത്തിന്റെ അടയാളം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു. The end of the world and the answer to the second question, what are the signs of the end of the age? And Jesus given that answer in Matthew chapter 24, 9 to 22. 9-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 24 verse 9. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. കേൾക്കത്തില്ലേ? കേൾക്കാം. ഓക്കെ. കേൾക്കാം. താങ്ക് യു. 24:9 ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. Then they will deliver you up to tribulation and put you to death, and you will be hated by all nations for my name's sake. End of the world എന്ന് പറഞ്ഞാൽ കാലാവസാനമെന്നോ യുഗാവസാനമെന്നോ നമുക്ക് പേര് പറയാം. എന്ന് പറഞ്ഞാൽ യുഗങ്ങൾ അവസാനിക്കാം, പക്ഷെ ലോകം അവസാനിക്കുന്നില്ല. പുതിയൊരു ഭൂമിയും പുതിയൊരു ആകാശവും വരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഴയത് പോയി പുതിയത് വരുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്റെ രാജ്യം സ്ഥാപിക്കാൻ ഭൂമിയിൽ വരുന്നതിനെ പറ്റിയുള്ള അടയാളങ്ങളാണ് യേശു പറഞ്ഞിരിക്കുന്നത്.
ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, കേൾക്കണം. തന്റെ രാജ്യം സ്ഥാപിക്കാൻ ഭൂമിയിൽ വരുന്നതിനെ പറ്റിയാണ് യേശുവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റിഗാർഡിംഗ് ജീസസ് കമ്മിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഹിസ് കിങ്ഡം. ഈ ചിത്രത്തിൽ സഭയെ ഉൾപ്പെടുത്തിയിട്ടില്ല. എക്സ്ക്ലൂസീവ്ലി 24ഉം 24, 25 വാക്യങ്ങളിൽ യഹൂദന്മാരായ ശിഷ്യന്മാരായ തന്റെ മക്കളോട് വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. The church is not at all included in this way. അങ്ങനാണെങ്കിൽ സഭയ്ക്ക് എന്ത് സംഭവിച്ച് കാണും? ഈ ചിത്രത്തിൽ സഭ ഉൾപ്പെടുത്തിയിട്ടില്ല. കാലാവസാനത്തിന് മുമ്പ് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കും എന്നാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വരവ് എപ്പോൾ സംഭവിക്കും? ഇന്ന് സംഭവിക്കാം, ഇന്ന് രാത്രി സംഭവിക്കാം, UAE സെന്ററിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് സംഭവിക്കാം. തന്റെ രാജ്യം സ്ഥാപിക്കാനായിട്ട് വരുന്ന കാര്യങ്ങളെ പറ്റി കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അവസാനത്തെ നാളുകളായിരിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ നിവർത്തീകരണം എന്ന് നമ്മൾ ഓർക്കണം. ഈ പ്രഭാഷണത്തിൽ ആ കാലഘട്ടത്തെ വെളിപ്പാടിന്റെ ഭാഷയിൽ മഹാപീഡന കാലം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ മഹോപദ്രവകാലം. Matthew chapter 25:9 onwards, if you take that verse in the context, it will be in the context of the tribulation that is mentioned in the book of Revelation. വെളിപ്പാട് പുസ്തകത്തിലെ 4-ാം അധ്യായം മുതൽ നടക്കുന്ന സംഭവങ്ങളെ മുഴുവൻ ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം. We can relate this passage to Revelation. അതുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ ആ കാലഘട്ടത്തെ അല്ലെങ്കിൽ യേശു പറയാൻ പോകുന്ന ഈ സംഭവങ്ങളെ മഹാപീഡന കാലത്തുമായിട്ടോ മഹോദ്രവ കാലവുമായിട്ടോ ബന്ധപ്പെടുത്തണം. എന്താണ് മഹോദ്രവ കാലത്തിന്റെ പ്രത്യേകത? 4-ാമത്തെ വാക്യം 24-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, വേഴ്സ് 4 ഓഫ് ഗോസ്പൽ ഓഫ് മാത്യു 24. യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. In English it says, and Jesus answered them, see that no one leads you astray. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞിട്ടുണ്ട്, for many will come in my name saying, I am the Christ, and they will lead many astray. ഇംഗ്ലീഷ് വാക്യം പറഞ്ഞ 5-ാം വാക്യം, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേര് എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. സോ മഹോദ്രവ കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ ക്രിസ്തു എന്ന പേര് പറഞ്ഞ് അനേകർ വരുമെന്ന. എന്താ നമ്മുടെ കാലവും മഹോദ്രവ കാല വ്യത്യാസം? ഒന്ന്, നമ്മുടെ കാലം ദുരുപദേശത്തിന്റെ കാലമാണ്. ഇന്ന് ഇഷ്ടംപോലെ ദുരുപദേശങ്ങളുണ്ട്. എന്നാൽ മഹോദ്രവ കാലം എടുക്കുന്ന ദുരുപദേശമല്ല വരാൻ പോകുന്നത്, കള്ളക്രിസ്തുക്കളാണ് വരാൻ പോകുന്നത്. ഇന്ന് ദുരുപദേശം നമ്മൾ കേട്ടാൽ പറയും, അല്ലെങ്കിൽ ജെയിംസ് അച്ഛൻ പ്രസംഗം തെറ്റാണെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് പറയാനായിട്ട് പറ്റും, കാരണം വേദവസം കയ്യിരിപ്പുണ്ട്, അല്ലെങ്കിൽ റെഫർ ചെയ്യാനായിട്ട് ഒരുപാട് ബുക്സ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ മഹോദര കാലം സംഭവിക്കാൻ പോകുന്ന ഇന്ന് ദുരുപദേശമാണെങ്കിൽ അത് 2 പത്രോസ് 2:1 പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ദുരുപദേശം ഒരുപാട് കയറി വരും, നിങ്ങളെ തെറ്റിക്കും. പക്ഷേ തെറ്റും ശരിയും അറിയാനായിട്ട് വിശുദ്ധ വേദപുസ്തകം നമുക്കിന്നുണ്ട്. നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സഭകളുണ്ട്, അല്ലെങ്കിൽ ദേവദാസന്മാരുണ്ട്, എല്ലാ സംഗതികളും ഇന്നുണ്ട്. ഇന്നത്തെ പ്രോബ്ലം ദുരുപദേശമാണ്. എന്നാൽ അന്നത്തെ പ്രോബ്ലം, ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇറങ്ങുകയാണ്. ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് ആൾക്കാർ ഇറങ്ങും. കാലാവസാനത്തിൽ തങ്ങൾ ക്രിസ്തു എന്ന് അവകാശപ്പെടുന്നവരുമുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ 5 മുതലുള്ള വാക്യങ്ങളും ചിന്തിക്കാനായിട്ട് പോവുക. ഇടയ്ക്ക് യേശു ക്രിസ്തു വിഷയം ഒന്ന് മാറ്റി. 3-4 വാക്യങ്ങളിൽ യേശു ഈ മഹോദ്രവ കാലത്തെ പറ്റി പറഞ്ഞെങ്കിലും മഹോദ്രവ കാലത്തിന് മുമ്പുള്ള സഭയും കർത്താവ് ഒന്ന് ടച്ച് ചെയ്തിട്ടാ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള 5 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ, മാത്യു ചാപ്റ്റർ 24 verses 5 to 9 is talking about the present church. ആനുകാലിക സഭയെ പറ്റി യേശു പറഞ്ഞു. യേശു മഹോദ്രവ കാലം പറഞ്ഞ് പോവുകയല്ലായിരുന്നു. യേശുവിന്റെ കാലത്തിനും മഹോദ്രവ കാലത്തിനും ഇടയ്ക്കുള്ള സഭയെ പറ്റിയും യേശു പറഞ്ഞു. ബിറ്റ്വീൻ ദ ട്രിബുലേഷൻ ആൻഡ് ബിറ്റ്വീൻ ജീസസ് ടൈം there comes a church. അതുകൊണ്ട് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഇന്നത്തെ സഭയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 5-ാം വാക്യം ഒന്ന് വായിക്കാം. ഗോസ്പൽ ഓഫ് മാത്യു 24 verse 5. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകം എന്റെ പേരെടുത്ത് വന്നു പലരെയും തെറ്റിക്കും. 6-ാം വാക്യം അവിടെ തുടങ്ങുന്നത്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. നമ്മുടെ പ്രസന്റേജിന്റെ ഒരു പ്രശ്നം അതാണ്. ഹൗ മെനി വാർസ് വി ഹാവ് ഹേർഡ്
and how many wars we saw and how many will come. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഇതൊക്കെ കേൾക്കും, നിങ്ങളൊക്കെ കാണും. ലോകത്തെ ഇളക്കി മറിച്ച രണ്ട് സംഭവങ്ങളാണ് ഈ ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും. The two wars that has turned down the world was the First World War and Second World War. Lakhs and lakhs of people lost their lives. And beyond that, how many war happened and happening and will happen. ഓടില്ലായിരുന്നെങ്കിൽ എല്ലാവരും കുറച്ചുകൂടെ ഈ ആയുധം മേടിക്കാനായിട്ട് ബജറ്റ് കൂട്ടിയനായിരുന്നു. ഏതായാലും ബജറ്റ് ഡിഫൻസിന്റെ ബജറ്റ് ചില കുറഞ്ഞിരിക്കുക രാജ്യങ്ങളുടെ. കാരണം കോവിഡിന് കഞ്ഞി കൊടുക്കാൻ കാശില്ലാതെ വിഷമിക്കായിരുന്നു. ഏതായാലും യുദ്ധങ്ങളെ പറ്റി കേൾക്കും. അത് പ്രസിഡന്റ് സഭയോട് പറഞ്ഞു. എന്നിട്ട് പ്രസിഡന്റ് സഭയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ വാക്ക് നിങ്ങൾ കേൾക്കണം: ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിക്കണം. In English, verse 6 says, and you will hear of wars and rumors of wars, and see that you are not alarmed. ഈ അലാം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ രാവിലെ എഴുന്നേക്കാനായിട്ട് അലാം ഉപയോഗിക്കാറുണ്ട്. അലാം നമ്മളെ വാൺ ചെയ്യും. എഴുന്നേക്ക് സാറേ, ഓഫീസിൽ പോകാൻ സമയമായി, എഴുന്നേറ്റ് മോനെ സ്കൂളിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് അലാം നമ്മളെ എപ്പോഴും മുന്നറിയിപ്പ് തന്നുകൊണ്ടിരിക്കും. കർത്താവായ യേശു പറഞ്ഞു, യുദ്ധങ്ങൾ നിനക്ക് മുന്നറിയിപ്പാണ്. അവിടെ നിങ്ങൾ അലാമാകരുത്. COVID-19 നിങ്ങൾ അലാമാകരുത്. പക്ഷെ നമ്മളൊക്കെ അലാമാകുന്നുണ്ട് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺ. ഞാൻ അത് അവസാനത്തിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് ദ മെസ്സേജ് ഫോർ ഓൾ ഓഫ് us is we will hear about and we will see about it, but do not be alarmed about it. ചഞ്ചലപ്പെടരുത്. ബഹുമാനമായിട്ടുള്ള ഒരു വാക്കാണ് ചഞ്ചലപ്പെടരുത്. ഇന്ന് UAE ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെ അവസ്ഥ ഒന്ന് തന്നെയാണ്. വിശേഷം എന്താന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാവരും പറയുന്ന ഒറ്റ വിശേഷമുള്ളൂ: നമ്മളെല്ലാവരും കോവിഡിന്റെ പുറകിലാണ്, അല്ലെ കോവിഡ് നമ്മുടെ പുറകിൽ. നമുക്കല്ല ഒരു വിശേഷമേ ഉള്ളൂ, ഇല്ലേ? പക്ഷെ ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചഞ്ചലപ്പെടരുത്, ബിക്കോസ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം ഈയിടയ്ക്ക് ടൈം മാഗസിനിൽ NT റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ന്യൂ ടെസ്റ്റമെന്റ് തിയോളജിയൻ, NT റൈറ്റിന്റെ ബുക്സ് ഒക്കെ ഇരിക്കുന്ന അച്ഛന്മാരും നമ്മളൊക്കെ വായിച്ചിട്ടുള്ള NT റൈറ്റിന്റെ മെനി തിയോളജിക്കൽ ബുക്സ്. NT റൈറ്റ് gave a lecture or gave a write up to the Time magazine recently and said, God is out of COVID now. നിങ്ങൾ ആരും കോവിഡിനെ ദൈവത്തെ കുറ്റം പറയരുത്. And God has no control over COVID. ഞാൻ അച്ഛന്മാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ടൈം മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. God is out of COVID or God has no control over COVID and not supposed. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുപോലും വേണ്ടതാ. NT റൈറ്റ് എന്ന് പറഞ്ഞ തിയോളജിയൻ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ. അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഒരു മെമ്പർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം. എനിവേ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ദേശനമ്പരാൻ പറഞ്ഞതാണ് നമ്മുടെ വാക്ക്. നിങ്ങളിത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ചഞ്ചലപ്പെടും. മലയാളത്തിൽ മനോഹരമായ ഒരു പാട്ടുണ്ട്. എന്താ? മനമേ ചഞ്ചലം എന്തിനായി, പിന്നെ കരുതാൻ വല്ലഭനില്ലയോ? നമുക്ക് കരുതാനായിട്ട് വല്ലഭനുണ്ടെന്ന്. then why we should be alarmed? ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കുന്നില്ല. ഇത് കർത്താവ് വന്നിരിക്കുന്നത് തുടക്കമാണ്. ഇതിലും വലിയ ഭീകരം വരാൻ പോവായിരിക്കും. അവിടെ ദൈവത്തിന്റെ പൈതല് നാളെയെ നനച്ച് നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട, എല്ലാത്തെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പിതാക്കന്മാർ ആ പാട്ട് പാടിയിട്ടുണ്ട്, നമ്മുടെ മാതാക്കന്മാർ ആ പാട്ട് പാടിയിട്ടുണ്ട്. മനമേ ചഞ്ചലം എന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ? ജയവീരനായി നമ്മെ നടത്തുവാൻ കഴിവുള്ളവർ നമ്മോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് ഇൻ കൺട്രോൾ. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് ശക്തിയായിട്ട് പറയാനുള്ളത്, ചഞ്ചലപ്പെടരുത്. ഡു നോട്ട് ബി അലാംഡ്. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത വാക്യം: നിങ്ങൾ യുദ്ധങ്ങളെയും ഇസ്രായേലിനെ കേൾക്കും, ചഞ്ചലപ്പെടാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. ക്രിസ്ത്യാനികളോട് പറഞ്ഞിരിക്കുന്നത്, ക്രിസ്ത്യാനികൾക്ക് മുന്നോട്ട് കാര്യങ്ങൾ സ്മൂത്ത് അല്ലെന്ന് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. എല്ലാം ശരിയായി പോകുമെന്ന് ലോകാരൊക്കെ പറയുമായിരിക്കും. വേദപുസ്തകം നമ്മോട് പറഞ്ഞിരിക്കുന്നത്, ദ മെസ്സേജ് ടു ദ ക്രിസ്ത്യൻസ് ആർ, the days ahead will not be smooth. It will be rough to very rough. കാലാവസ്ഥ പറയുന്നുണ്ട്, കാലാവസ്ഥ rough to rough ആയിരിക്കും. Our days ahead will not be that much as smooth. It will be rough. പക്ഷേ നമ്മുടെ ഉറപ്പെന്ന് വന്നിരിക്കുന്നത്, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് വായിച്ചായിട്ട് അവിടെ വരിക്കുന്നത്, ജാതിയോടും അടുത്ത ചന്ദ്രനെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ഈ കോവിഡിന്റെ കാലത്ത് പലരും പിടിച്ചു പറഞ്ഞു ലോകം അവസാനിക്കാൻ പോവാം. ഇതൊന്നും അവസാനിക്കത്തില്ല. മോർ ഈസ് യെറ്റ് ടു കം. അതുകൊണ്ട് ലോകാവസാനം ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. പക്ഷേ
ലോകം അവസാനിക്കും പോകുന്തോറും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടി വരും. As the end of the world is nearing, there will be more problems like this yet to come. അതുകൊണ്ട് 7-ാം വാക്യം, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും, എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. അവിടെ യേശുക്രിസ്തു പറഞ്ഞ യേശു പറഞ്ഞു ചഞ്ചലപ്പെടരുത്. പിന്നെ യേശു പറഞ്ഞു സംഭവിക്കേണ്ടത് തന്നെ. ഈ വാക്കുകളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചെടുക്കണം. 3-ാമത് യേശു പറഞ്ഞു എങ്കിലും ഇത് ഈറ്റുനോവിന്റെ ആരംഭം മാത്രമേ. സൈൻ ഓഫ് ബർത്ത് പാങ്സ് ഓഫ് ബർത്ത് പെയിൻ. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണെന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കാലാവസാനത്തിന്റെ അടയാളമല്ല. ഭയാനങ്ങളായ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. നാം ജീവിക്കുന്ന നൂറ്റാണ്ട് രക്തച്ചൊരിച്ചിലിന്റെ നൂറ്റാണ്ട് തന്നെയാണ്. ആൻഡ് ദ ഫസ്റ്റ് വേൾഡ് ആൻഡ് ദ സെക്കൻഡ് വാർ. യുദ്ധങ്ങൾ നിർത്താൻ നമുക്ക് കഴിയുകയില്ല. സഭായുഗത്തിന്റെ ലക്ഷണമാണ് കാലാവസാനം എത്തുമ്പോൾ യുദ്ധങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, പ്രതികൂലങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് ഈറ്റുനോവിന്റെ ആരംഭം മാത്രമേ. അവ സഭായുഗത്തെ പറ്റി കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സഭായുഗത്തിലാണ്, ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ കുവൈറ്റിലായാലും, നിങ്ങൾ റാസൽ കൈമയിലായാലും, ഷാർജയിലായാലും, ഞാൻ തിരുവനന്തപുരത്തായാലും കർത്താവ് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ. 1, ചഞ്ചലപ്പെടരുത്. 2, ഇത് സംഭവിക്കേണ്ടത് തന്നെ. 3, ഈറ്റുനോവിന്റെ ആരംഭമാണ്. എന്നാൽ 9-ാം വാക്യത്തിൽ കർത്താവ് വീണ്ടും സഭയെ പറ്റിയല്ല ഉദ്ദേശിക്കുന്നത്. 9-ാം വാക്യം തൊട്ട് താഴോട്ട് പറഞ്ഞത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് അഗെയിൻ ദ ടൈം ഓഫ് ട്രിബുലേഷൻ. കർത്താവിന്റെ പ്രസംഗം വീണ്ടും കർത്താവ് മാറ്റി. എന്നിട്ട് യേശു he has come back to the time of the tribulation. മഹോദ്രവ കാലത്തെ ചിന്തയിലേക്ക് യേശു മടങ്ങി വരുന്നു. 9-ാം വാക്യം verse 9, then they will deliver you up to tribulation and put you to death, and you will be hated by all nations for my name's sake. verse 9 says, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. ഇന്ന് ക്രിസ്ത്യാനികൾ അത്ര വലിയ പകയൊന്നും സഹിക്കുന്നില്ല. അതുകൊണ്ട് സഭായുഗത്തെ പറ്റിയല്ല അത് പറയുന്നത്. മഹോദ്രവ കാലത്ത് ഇസ്രായേലിനെ പകയ്ക്കാൻ പോകുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് മുന്നോട്ട് നമ്മൾ കാണുന്നുണ്ട്, അടുത്ത വാക്യം പറഞ്ഞിട്ടുണ്ട്, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അന്ന് വിശ്വാസത്തിന് വേണ്ടി പല പ്രശ്നങ്ങളും നടക്കും. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കും. 12-ാമത്തെ വാക്യം, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. 14-ാമത്തെ വാക്യം, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. Those who follow English, let me read for you verse 10 and verse 10 of 24 of Matthew. And then many will fall away and betray one another and hate one another, and many false prophets will rise and lead many astray, and because of lawlessness will be increased, the love of many will be grow cold, but the one who endures to the end will be saved. And this gospel of the kingdom will be proclaimed throughout the whole world as a testimony to all nations, and then the end will come. അവിടെ അവസാനം ഇപ്പം കോവിഡ് എന്നുള്ള അവസാനം പറഞ്ഞ് നടക്കുക ഇല്ലില്ല. നമ്മൾ അല്പം കൂടെ ഇത് വായിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആരാണ് ഈ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ? നമ്മളാരും അവസാനം സഹിച്ചു നിൽക്കുകയല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മുദ്രയിടപ്പെട്ടവരാണ് അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ. വെളിപ്പാടിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 14-ാം വാക്യം, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യത്തിനായി ഭൂലോകത്തൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ സവിശേഷം വരും. ഈ മഹോദ്രവ കാലത്ത് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ആരാ? നമുക്ക് അവിടെ അറിയാം, 1,44,000 പേര് പ്രസംഗിക്കും. അവരുടെ പ്രസംഗം കേട്ട് വീണ്ടും രക്ഷിക്കപ്പെടും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്നത് രാജ്യത്തിന്റെ സുവിശേഷമല്ല, കൃപയുടെ സുവിശേഷം, ദി ഗോസ്പൽ ഓഫ് ഗ്രേസ്. അതുകൊണ്ട് ദൈവം നമ്മളെ എപ്പോഴും നിർത്തിയിരിക്കുക. രാജ്യത്തിന്റെ സുവിശേഷം ഇച്ചിലൂടെ കട്ടിക്കൂടിയതായി. സുവിശേഷം ഒന്ന് തന്നെയാണ്, വിടുന്ന വ്യത്യാസമൊന്നുമില്ല. ബട്ട് ബിക്കോസ് ഓഫ് ദി ഡിഫറൻസ് ഓഫ് ടൈംസ് ഇറ്റ് വിൽ ബി മോർ സീരിയസ്. അതുകൊണ്ട് ഇന്ന് നാം പ്രസംഗിക്കുന്നതൊക്കെ കൃപയുടെ സുവിശേഷം. എന്നാൽ ഇസ്രായേല് തിരിച്ചു വരുമ്പോ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ സീരിയസ്നെസ്സും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് രാജ്യത്തിന്റെ സുവിശേഷം, ഈ വാക്യം എടുത്തുകൊണ്ട് സുവിശേഷ വേല കൂടുതലായിട്ട് നടത്തണമെന്ന് പറയുന്നവരുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷ വേല
കൃപയുടെ സുവിശേഷമാണ്. ഈ വാക്യം എടുത്തുകൊണ്ട് ലോകത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും റീച്ച് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. പറയുന്നതിൽ ഇച്ചിരൂടെ ക്ലാരിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ഈ വാക്കെടുത്ത് അത് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട, കാരണം രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് മഹോദ്രവ കാലത്തായിരിക്കും എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ യേശു പറഞ്ഞു, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കേണ്ടതിന് അവനോട് പ്രാർത്ഥിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം എടുത്താണ് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് ആ സുവിശേഷ വേലയ്ക്കുണ്ടെന്ന വാക്യം അതാണ്. ഇപ്പോഴും കൊയ്ത്തിന് നിറഞ്ഞു കിടക്കുന്ന ഇന്ത്യ, ലോകം മുഴുവൻ. എന്നാൽ ഈ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം മഹോദരകാലത്ത് പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മഹോദരകാലത്ത് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. ഇന്ന് പ്രസംഗിക്കുന്ന കൃപയുടെ സുവിശേഷമാണ്. സുവിശേഷം ഒന്ന് തന്നെയാണ്, എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ സീരിയസ്നെസ് മാറിക്കൊണ്ടിരിക്കും. 15-ാമത്തെ വാക്യം, മഹോദരവ കാലത്തെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഹൗ ക്യാൻ വി റെക്കഗ്നൈസ് ദി ടൈം ഓഫ് ട്രിബുലേഷൻ? നമുക്കറിയാം 7 വർഷമാണ് നടക്കുന്നതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് മഹോദരവ കാലത്തെ പറ്റി അറിയുന്നതിന് മഹോദരവ കാലത്ത് നമുക്ക് ഈ 15-ാമത്തെ വാക്യം വായിക്കാം, 24:15. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാകുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുമ്പോൾ വായിക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിക്കട്ടെ. Verse 15 in English, so when you see the abomination of desolation spoken by the prophet Daniel standing in holy place, let the reader understand. ചില ബൈബിളിൽ അത് ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്, വായിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ. So the sign of tribulation, മഹോദരവ കാലത്തെ സൈൻ എന്താ? ദാനിയേൽ 11:31 പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ദാനിയേൽ 11:31 ഈ വാക്യം റെഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദാനിയേലിൽ എടുത്ത ഒരു വാക്യം തന്നെയായിട്ട് നമുക്ക് കാണാം. അത് നമുക്കറിയാം യെരുശലേം ദേവാലയത്തിന് സംഭവിച്ച ഒന്നാമത്തെ നാശം. അത് പിന്നീട് അത് സംഭവിച്ചത് BC 170 സിറിയൻ രാജാവായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ് യെരുശലേമിനെ നശിപ്പിക്കാനായിട്ട് കടന്നു വന്നു. യെരുശലേമിൽ നടന്നുകൊണ്ടിരുന്ന യാഗത്തെ അന്ത്യോക്കസ് എപ്പിഫാനസ് നിർത്തി. പന്നിയെ അവിടെ യാഗം കഴിച്ചു, അതിന്റെ രക്തം അവിടെ തളിച്ചു. ജൂപ്പിറ്റർ ദേവനെ ദേവാലയത്ത് പ്രതിഷ്ഠിച്ചു. ഏകദേശം 1,00,000 യഹൂദന്മാരെ കൊന്നു. ആ മ്ലേച്ഛതയാണ് ഒന്നാമത്തെ മ്ലേച്ഛത. ഇനി ഒരു മ്ലേച്ഛതയോടെ സംഭവിക്കാനുണ്ട്. ദ അബോമിനേഷൻ ഓഫ് ഡെസൊലേഷൻ once happened in AD BC 176 by the king called Antiochus Epiphanes. He is a Syrian king. അതുകൊണ്ട് രണ്ടാമത്തെ മ്ലേച്ഛത സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം, എതിർക്രിസ്തുവിന്റെ വരവാണ്. എതിർക്രിസ്തു യെരുശലേമിനെ നശിപ്പിക്കാനായിട്ട് കടന്നു വരും. അവിടെ ദേവാലയം നശിപ്പിക്കപ്പെടും. മാത്രമല്ല ഒരുപക്ഷെ അവന്റെ പ്രതിമ അവിടെ വയ്ക്കുമായിരിക്കാം. അതുകൊണ്ട് വായിക്കുന്നവൻ ചിന്തിച്ചൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അന്ന് നാം കാണത്തില്ല, കാരണം നാം മധ്യാകാശത്തിൽ കർത്താവിനുമായിട്ട് ഇടപെടും. കർത്താവിന്റെ പരസ്യവരവുണ്ട്, രഹസ്യവരവുണ്ട്, അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. രഹസ്യവരവിൽ ദൈവത്തിന്റെ സഭ മധ്യാകാശത്തേക്ക് എടുക്കപ്പെടും എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് വായിക്കുന്നവൻ ചിന്തിച്ചൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളാരോട് വായിക്കാൻ കാണത്തില്ല ആ സമയത്ത്. അന്ന് യഹൂദൻ വായിക്കും, അവന് മനസ്സിലാകും കർത്താവ് പറഞ്ഞത് എന്ന്. അതുകൊണ്ട് അന്ന് ജീവിച്ചിരിക്കുന്നവര് അത് ചിന്തിക്കട്ടെ എന്നാണ് യേശു പറഞ്ഞ കാര്യം. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 15 മുതൽ 28 വരെയുള്ള വാക്യങ്ങളില് കഷ്ടം നിറഞ്ഞ മഹാപീഡന കാലത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. Matthew 24:50-22 talking about the tribulation time which will be more dangerous. അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. അവിടെ പറഞ്ഞിട്ടുണ്ട്, അന്ന് യഹൂദിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിന്മേൽ ഇരിക്കുന്നവർ വീട്ടിലുള്ളത് എടുക്കണമെന്ന് ഇറങ്ങരുത്, വയലിലുള്ളവൻ വസ്ത്രം എടുക്കാൻ മടങ്ങിപ്പോരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. ലോകാരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കുന്നതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. വലിയ കഷ്ടം അന്ന് മഹോദരവ കാലത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. So when you see the abomination of desolation spoke by the prophet Daniel standing in the holy place, let the reader understand. Then let those who are in Judea flee to mountains. Let the one who is on the housetop not to go down to take what is in his house. And let the one who is in the field not to turn back to take his cloak. And alas, for women who are pregnant and for those who are nursing infants in those days, pray that your flight may not be in the winter on a Sabbath. For then there shall be great tribulation. ആ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. Then there shall be great tribulation. അതുകൊണ്ട്
അഹോദര കാലത്തെ പറ്റി വെളിപ്പാട് 4 പറഞ്ഞിട്ടുണ്ട്. ലോക ജനസംഖ്യയുടെ നാലിലൊരു ഭാഗവും നശിപ്പിക്കപ്പെടും. അതാ വലിയ കഷ്ടം. അണുബോംബുകൾ ഇന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വർഷമെങ്കിൽ ലോകത്തെ നശിപ്പിച്ചു കളയുമായിരിക്കാം, അറിയത്തില്ല. നമുക്ക് മാത്രമല്ല 6-ാം അധ്യായം 7-ാം അധ്യായം വെളിപ്പാട് വായിക്കുന്നുണ്ട്. അവിടെ നമുക്കറിയാം ഓരോരോ ദൂതൻ ഇറങ്ങി വരുന്നുണ്ട്, ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ചന്ദ്രന് ഉണ്ടാകുന്ന പ്രശ്നങ്ങള്, സൂര്യൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് 1/4 ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ വിൽ ബി ഡിസ്ട്രോയിഡ് ഇൻ ദി ഗ്രേറ്റ് ട്രിബുലേഷൻ. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുവിന്റെ വരവിന്റെ അടയാളങ്ങളാണ്. ഫ്രം 23 to 51 we see the signs of Jesus coming. ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിടാം, സമയത്തിന് ലിമിറ്റ് ഉണ്ട്. ഇതാ അവിടെ പറഞ്ഞത്, ഇതാ ഇവിടെ ക്രിസ്തു എന്ന് പറയും, വിശ്വസിക്കരുത്. 26, 27, 26 and 27 അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 26 27 വാക്കുകൾ. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. മിന്നൽ കിഴക്ക് എന്ന് പറഞ്ഞോളം പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാവും, ശവം ഉള്ളിടത്തെ കഴുക്കൾ കൂടൂ. In English it says in verse 26, so if they say to you, look, he is in the wilderness, not God. If they say, look, he is in the inner rooms, do not believe it. For as the lightning comes from the east and shines as far as the west, so will be the coming of the Son of Man. Wherever the corpse is, there will be vultures who will gather. അതുകൊണ്ട് അവിടെ ഈ ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് 24-ന്റെ 15 മുതൽ 22 വരെയുള്ള യഹൂദരുള്ളവരെ പറ്റി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. യഹൂദരുള്ളവരെ പറ്റി അവിടെ വ്യക്തമായി വരവിന്റെ അടയാളത്തിൽ കർത്താവിന്റെ വരവ് എല്ലാവരും അറിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധന്മാരെ ചേർക്കാനായിട്ട് യേശു വരും എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗമൊക്കെ യഹൂദന്മാരോട് സംസാരിക്കുന്നത് കാണുവാണ്. അതുകൊണ്ട് ഇന്ന് നാം മഹോദര കാലത്താണോ? അല്ല, നാം ഇന്ന് സഭായുഗത്തിലാണ്. അതുകൊണ്ട് 23 മുതൽ 51 വരെയുള്ള വാക്യങ്ങള് കർത്താവിന്റെ വരവിന്റെ അടയാളം. 26, 27 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു മധ്യാകാശത്തേക്ക് കടന്നു വരുന്നുണ്ട്. മാത്രമല്ല 28-ാം വാക്യം ന്യായവിധിക്കായിട്ട് വരുന്ന കർത്താവ് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ പക്ഷികളെ പറ്റി എന്തിനാ പറഞ്ഞത്? ശവം ഉള്ളിടത്തെ കഴുക്കൾ കൂടും. ശവം കഴിക്കാനായിട്ട് കഴുക്കളെ വരുന്നത്. വെളിപ്പാട് ദിവസം ഇങ്ങനെ വാക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷികളെ വിരുന്നിനായി ക്ഷണിക്കുന്നു. അതെന്തിനാന്ന് ചോദിച്ചാൽ ഒരു ന്യായവിധിയെ കാണിക്കുന്നു. ശവം ഉള്ളിടത്തെ പക്ഷികൾ കൂടുമെന്ന് പറഞ്ഞാൽ മഹോദരവ കാലം കഴിഞ്ഞ് ദൈവത്തിന്റെ ന്യായവിധി നടക്കും, ഒരുപാട് പേര് ശിക്ഷിക്കപ്പെടും. ന്യായവിധിയാണ് അത് കാണിക്കുന്നത്. ശവം ഉള്ളിടത്തെ കഴുക്കൾ കൂടൂ. 29-ാം വാക്യം ക്രിസ്തു വരുമ്പോൾ ഇതൊക്കെയും സംഭവിക്കും. 30-ാമത്തെ വാക്യം മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, ക്രിസ്തുവിന്റെ തേജസ് കാണപ്പെടും. പഴയ നിയമത്തില് ദൈവത്തിന്റെ ഷെക്കേന ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് യേശു തന്റെ 1-ാമത്തെ വരവെങ്കിൽ താഴ്ത്തപ്പെട്ടവനായിട്ട് കടന്നു വന്നപ്പോൾ ആ ഷെക്കേന ഇല്ലായിരുന്നു. അപ്പൊ തേജസ്സുമായിട്ട് കടന്നു വരുമ്പോൾ മേഘത്തിൽ വരുന്ന കർത്താവിന്റെ കൂടെ ഷെക്കേനയുണ്ട്. അതാ വന്നിരിക്കുന്നത്, അവൻ ക്രിസ്തുവിന്റെ തേജസ്സോട് കൂടി വരുമെന്ന് വന്നിരിക്കുന്നു. His first coming was not a glorious coming, but his second coming will be a glorious coming. 31-ാമത്തെ വാക്യം വൃതന്മാർ എന്നുള്ള പറഞ്ഞിരിക്കുന്ന യഹൂദന്മാരെ പറ്റിയാണ്. സഭയെ ചേർക്കാൻ വരുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ദൂതന്മാര് കാഹളവുമായിട്ട് പോയി 4 ചുറ്റും നിന്നും വൃതന്മാരെ ചേർക്കുന്ന പറഞ്ഞിരിക്കുന്നത്. സഭയെ ചേർക്കാൻ അങ്ങനെയല്ല വരുന്നത്. എങ്ങനെ സഭയെ ചേർക്കാൻ കർത്താവ് വരുന്നത്? എങ്ങനെ? ഇവിടെ ദൂതന്മാര് പോയി യഹൂദന്മാരെ 4 ചുറ്റും കൊണ്ടുവരുന്ന പറഞ്ഞിരിക്കുന്നത്. അത് യഹൂദന്മാരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ചേർക്കാനായിട്ട് കർത്താവ് എങ്ങനെയാ വരുന്നത്? തെസ്സലോനിക്കയിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തിനും കൂടെ ഇറങ്ങി വരുമെന്ന്. യഹൂദനെ ചേർക്കാനായി ചുറ്റുപാടിൽ ചേർക്കാനായിട്ട് ദൂതന്മാർ പോയി. നമ്മളെ ചേർക്കാൻ വരുന്നത് അങ്ങനല്ല. നമ്മളെ ചേർക്കാൻ വരുന്നത് കാഹള ധ്വനിയോടുകൂടിയാണ്. 32-ാമത്തെ വാക്യം അവിടെ അത്തി തളിർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തി യഹൂദനെയാണ് കാണിക്കുന്നത്. അത് യെരമ്യാ പ്രസംഗം 24 ഹോശേയ 9 നമ്മൾ കാണുന്നുണ്ട്. ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല, അത് സംഭവിക്കോളം യേശു പറഞ്ഞിട്ടുണ്ട്. വേഴ്സ് 34, this generation will not be passed away until that event took place. ഏതാ ഈ ജനറേഷൻ? അത് ജനറേഷൻ എന്നുള്ളൊരു വാക്കവിടെ ഉപയോഗിക്കുന്ന ഞങ്ങൾ ഭംഗിയായ വാക്ക് ദിസ് റേസ് എന്നാ പറഞ്ഞത്. യഹൂദൻ എന്ന് പറയുന്ന റേസ്, ആ വർഗം അവരിത് കാണും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. 35-ാമത്തെ വാക്യം പുതിയ ആകാശം. 36-ാമത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ. 24-ാം അധ്യായത്തിന്റെ 30. ആ നാളും നാഴികയെ സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വഗതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. കർത്താവിന്റെ വരവിന്റെ സമയം കണക്ക് കൂട്ടി പ്രഖ്യാപിക്കുന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ടി വിയിലും റേഡിയോയിലും ഒക്കെ ഇഷ്ടം പോലുണ്ട്. കണക്ക് നോക്കി കർത്താവിന്റെ വരവ്
പറയുന്നത്. ഇവിടെ ഞാൻ വിശ്വാസികളെ ഓർപ്പിക്കട്ടെ, ഈ സമയത്തൊക്കെ COVID-19 കാലത്തൊക്കെ കർത്താവിന്റെ കണക്ക് പറഞ്ഞ് തെറ്റിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ദയവ് ചെയ്ത് പോയി വീടിൽ. ആ നാളും നാഴികയും പുത്രന് പോലും അറിയത്തില്ല, പിതാവിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ യേശു പറഞ്ഞിരിക്കുന്ന ചില ഉദ്ധാനം, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലമാകും എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്ത് മുന്നറിയിപ്പുകൾ സ്വീകരിച്ചില്ല, അവഗണിച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്നത് അവർ ദൈവവിഷയമായിട്ട് ചിന്തിച്ചില്ല. 40-41 രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും. അതന്നെ, രണ്ടുപേർ വയലിലായിരിക്കും. അതും പ്രഖ്യാപിക്കുന്നത് യഹൂദനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ വരവില് നമുക്കറിയാം 1000 ആണ്ട് വാഴ്ചയുണ്ട്. ആ 1000 ആണ്ട് വാഴ്ചയിലും ആ വാഴ്ചയിലേക്ക് പോലും ക്ഷണിക്കപ്പെടുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കും, രണ്ടുപേർക്ക് ഒരാളായിരിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതിനെപ്പറ്റി നമുക്ക് ഉള്ളിന്തിക്കേണ്ട. അതുകൊണ്ട് നമുക്കുള്ള ദൂതന്നെ, വാട്ട് ഇസ് എ മെസ്സേജ് ഫോർ ദി ചർച്ച്? 43, 44, 45, 25 അധ്യായം മുഴുവനും വായിക്കാൻ സമയമില്ല. ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഉണർന്നിരിപ്പീൻ, യു വേക്കപ്പ്, ഉണർന്നിരിപ്പീൻ. അതുകൊണ്ട് കന്യകമാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ 10 കന്യകമാരുടെയും കാര്യം പറഞ്ഞിരിക്കുന്നത് 5 wise and 5 foolish. അതും യഹൂദനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ദ മെസ്സേജ് ഈസ് ഫോർ us ഓൾസോ. നമുക്കുള്ള സന്ദേശം എന്താണ്? നമ്മൾ വയസ്സായിരിക്കണം, ബുദ്ധിമാന്മാരായിരിക്കണം. അയ്യോ കോവിഡ് വന്നു, കർത്താവ് വന്നില്ല, അതുകൊണ്ട് എന്റെ വിശ്വാസം കഴിഞ്ഞ് ഞാൻ പോവാന്ന് പറയരുത്. There may be people who say, where is God when COVID take place? I am not at all following Jesus Christ. This is the end of my faith. We not be foolish. നമ്മള് ഒരിക്കലും വിഡ്ഢികളാകരുത്, ബുദ്ധിമാന്മാരായിരിക്കണം എന്ന് ഓർപ്പിക്കുന്നുണ്ട്. 10 കന്യകമാരുടെ കാര്യം പറഞ്ഞിട്ട് 25 അധ്യായത്തിൽ താലന്തുകളെ പറ്റി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യൂസ് യുവർ ഗോഡ് ഗിവൺ ടാലൻസ്. അത് ഗൾഫിലായാലും എവിടെയായാലും, when God give you a responsibility, keep that responsibility, do it faithfully. In times of pain, in times of suffering, and in times of happiness. ദൈവം തന്ന കഴിവുകൾ അത് ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും അത് ഉപയോഗിക്കാനായിട്ടുള്ള സന്ദേശമാണ് നമുക്ക് ദൈവം തരുന്നത്. ദാറ്റ് ഇസ് എ മെസ്സേജ്. ഞാൻ 6 കൂട്ടം കാര്യം പറയട്ടെ. The church should repent, മാനസാന്തരപ്പെടണം. വെളിപ്പാട് 2:5. The church should be faithful, വിശ്വസ്തരായിരിക്കണം. Revelation 2:10. Thirdly, the church should flee from fornication. സഭ ദുർനടപ്പിനെ വിട്ടോടണം, വിശ്വാസികൾ ഓടണം. Revelation 2:21. And 4, be earnest, ജാഗ്രതയുള്ളവരായിരിക്കുക. Revelation 3:19. And 6, open the door of your heart for Lord Jesus Christ. ഈ കോവിഡ് കാലത്ത് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ ഒരവസരമായിട്ട് തീരട്ടെ. ലൂക്കോസ് 22:34 തൊട്ട് ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്ന ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. 24-30 പറഞ്ഞിട്ടുണ്ട്, അവന്റെ ദൂതന്മാരെ മഹാഗണോട് വായിക്കും, വൃതന്മാരെ ആകാശം നടത്തി വരുമല്ലോ, ഈ 4 ദിക്കിൽ നിന്ന് കൂട്ടിവരുത്തും. 25-31 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോട് സകല വിശുദ്ധരുമായിട്ട് കടന്നു വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന് സിംഹാസനത്തിൽ ഇരിക്കും, സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയും ചെമ്മരിയാടുകളോടും കോലാടുകളും വേർതിരിക്കുന്ന പോലെ വേർതിരിച്ചു. ഈ ഒരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. അതും യഹൂദനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാം പറയാനായിട്ട് സമയമില്ല, ഞാൻ പറയട്ടെ. ദ മെസ്സേജ് ഈസ് വാട്ട്? നമ്മൾ ഒരുങ്ങിയിരിക്കണം, വിശ്വസ്തരായിരിക്കണം, മാനസാന്തരപ്പെടണം, ഉണർന്നുകൊള്ളണം. നമ്മളെ വാതികള് കർത്താവിന് വേണ്ടി തുറക്കണം. Contemporary issues. Some people asked why we closed the church. Why can't we service? ഗവൺമെന്റ് പറയാണ് പള്ളി അടയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ അടച്ചത്? നമുക്ക് പോയി ആരാധിക്കരുതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ദൈവത്തിനെതിരല്ലേ? നമ്മൾ പള്ളി തുറന്നിട്ട് ആരാധിക്കണ്ടേ? Let us not be confused. This is not persecution. This is a health problem. ഇതൊരു ആരോഗ്യ പ്രശ്നമാണ്. It is not a persecution but a health issue, and we should not expose people to sickness. And we should obey the government according to Romans chapter 13. And because they are from God. So if it is not preaching the gospel, we should now close our church. സുവിശേഷം പറയരുത് എന്ന് നമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പള്ളി തുറന്നേനെയായി. But it is a health issue. Other people ask why we close the church. രണ്ടാമത്തെ ചോദ്യം, is God is aware of this? ദൈവം ഇതിനെ പറ്റി അറിയുന്നുണ്ടോ? Yes, God is aware of it. If not, he is not God. ദൈവത്തിന് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ അവൻ ദൈവമല്ല. അവൻ അനാദിയായും ശാശ്വതമായും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനും പൂരാജക്കന്മാർക്ക് അധിപതിയും ഇന്നലെയും ഇന്നലേക്ക് അനന്യനായ ദൈവത്തിന് അറിയാത്ത ഒരു കാര്യം പോലും ഇല്ല. Praise the Lord. It is in his knowledge. 3, why he is not stopping it?
Let me tell you, my friends, God has a plan in everything. In every suffering, He has a plan. എല്ലാ കഷ്ടതയിലും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. According to Romans chapter 8 verse 28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കും. Praise the Lord. And what are the spiritual lessons we learn from COVID-19? Number one, the Lord will have purpose in every events of the world. ലോക ചരിത്രത്തിലെ എല്ലാ സംഭവങ്ങളിൽ നിന്നും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. And we hope this will help in the furtherance of the gospel. സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് ഇത് കാരണമായി തീരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. And see from a divine perspective. ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണണം. And life is a vapor. നമ്മൾ കോവിഡ് വന്ന് മരിച്ചില്ലെങ്കിൽ ആക്സിഡന്റ് വന്ന് മരിക്കാമായിരിക്കാം. വീട്ടിലിരുന്ന സമയത്ത് ഫാൻ വീണ് മരിക്കാമായിരിക്കും. ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാമായിരിക്കും. ബ്രെയിൻ ട്യൂമർ വന്ന് മരിക്കാമായിരിക്കും. ക്യാൻസർ വന്ന് മരിക്കാമായിരിക്കും. ഇന്നലെ അമേരിക്കയിൽ ഒരു പാസ്റ്റർ പറഞ്ഞ് ഞാൻ കേട്ടു, ലാസ്റ്റ് ഇയർ ഇൻ അമേരിക്ക 80,000 people died of flu, not because of COVID. 80,000 ആൾക്കാർ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം ഫ്ലൂ പിടിച്ച് മരിച്ചു. ആരും പാനിക്കായില്ല. ഇപ്പൊ 50,000, 1 ലക്ഷം, 2 ലക്ഷം കടന്നിട്ടുണ്ട്. സോ ദ പാസ്റ്റർ സെഡ്, നമ്മൾ എങ്ങനെ ആയാലും മരിക്കും. കർത്താവിന്റെ വരെ താമസിക്കുന്നുണ്ടെങ്കിൽ ഒന്നിൽ ഇടിച്ചു മരിക്കും, അല്ലെങ്കിൽ അസുഖം വന്ന് മരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും, എങ്ങനെ ആയാലും മരിക്കും. നമ്മുടെ ചോദ്യം ഇതാണ്, അറിയേണ്ട ഒരു കാര്യമാണ്, ലൈഫ് ഈസ് എ വേപ്പർ. അതുകൊണ്ട് സംഗീതത്തിന് തൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരേണമേ. സോ അടുത്തത്, ഡെത്ത് ഈസ് ഓൾ അറൗണ്ട് അസ്. നമ്മുടെ ചുറ്റും മരണമുണ്ട്. നമ്മുടെ ചുറ്റും മരണമുണ്ട്. അത് നമ്മൾ ആ റിയാലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു പ്രീച്ച് ദ ഗോസ്പൽ. സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ ഇതൊരു അവസരമായിരിക്കട്ടെ എന്ന് പറഞ്ഞു. And there is a fear factor in it. അതിനകത്ത് വലിയൊരു ഫിയർ ഉണ്ട്. സെൻസിബിൾ ഫിയർ ഈസ് ഗുഡ്. ഡ്രൈവ് കെയർഫുള്ളി, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവും, അതൊരു സെൻസിബിൾ ഫിയർ ആണ്. പക്ഷെ സിൻഫുൾ ഫിയർ എന്താണ്? വാട്ട് ഈസ് സിൻഫുൾ ഫിയർ? ദി സിൻഫുൾ ഫിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാപപരമായ ഭയം എന്ന് പറയുന്നത്, God is not in control, the world is not in control, nobody is in charge of it. അത് ഒരു പാപപരമായ ഭയമാണ്. The sensible fear is be cautious, be careful, ഹാൻഡ് വാഷ് ചെയ്തോ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. That is all normal fear and sensible fear. But the sinful fear എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവമില്ല, ദൈവം എവിടെ പോയി എന്നുള്ളതാണ്. അത് നമ്മുടെ ഉണ്ടാകാൻ പാടില്ല. And what takes fear away? God is in control. That takes our fear away. And God is my protector. ദൈവം എന്റെ സുരക്ഷിതം ചെയ്യുന്നവനാണ്. No fear of death, because I am going to be with the Lord. കോവിഡ് വന്ന് മരിച്ചാലും മരിച്ചില്ലെങ്കിൽ, കർത്താവ് ഇന്ന് വന്നാലും നാളെ വന്നാലും, എനിക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണ്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്ക് ഒരുക്കുന്ന ഭവനമുണ്ട്. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്ക് ഒരുക്കുന്ന ഭവനമുണ്ട്. വേറൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിക്കുക. COVID-19 ഹാസ് എക്കോണമിക് ക്വസ്റ്റ്യൻസ്. ഇവിടെ പ്രാർത്ഥിച്ച പലരും പറഞ്ഞു, ജോലി പോയി, ജോലി നഷ്ടപ്പെട്ടു. ദാറ്റ്സ് എ റിയാലിറ്റി. കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ അനേക പ്രിയപ്പെട്ടവരുണ്ട്. വേദവസന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ആകാശത്തിലെ പറവകളെ ദൈവം പോറ്റുന്നെങ്കിൽ അവൻ നമ്മളെയും പോറ്റും. If God is taking care of the birds of the air and the lilies of the field, He will take care of us. There will be good days after COVID. നമ്മുടെ നല്ല നാളുകളെ തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയും. That is what Matthew 6:26 says. And Philippians 4:19 says, My God shall supply all my needs. എന്റെ ദൈവമോ എന്റെ സകല ബുദ്ധിമുട്ടുകളും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവില് തീർത്തു തരും. And Matthew chapter 28 says, He will be with you till the end of the ages. ലോകാവസാനത്തോളം അവൻ നമ്മോട് കൂടെ ഇരിക്കും. സംഗീതക്കാരൻ ഒരു കാര്യം പറഞ്ഞു, 119 സങ്കീർത്തനം, നിന്റെ ചട്ടങ്ങൾ പ്രമാണിപ്പാൻ ഞാൻ കഷ്ടതയിലായത് ഗുണമായി. COVID-19 എന്ന കഷ്ടതയിലായെങ്കിൽ പ്രിയമുള്ളവരെ, ചിലതൊക്കെ ദൈവം നമ്മളെ പഠിപ്പിച്ചു,
പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. But that is not to kill us, not to destroy us. ഒരു പാട്ടുണ്ടല്ലോ, നിന്നെ കൊല്ലുവാനോ നിന്നെ മുടിപ്പാനോ അല്ല ഈ വേദന, നിന്നെ മെനഞ്ഞെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. So let us take this suffering very, very positively. ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. ഏറ്റവും സ്നേഹിതനായ ലാസർ മരിച്ചിട്ട് യേശു 4 ദിവസമായിട്ട് അവിടെ പോയില്ല. God was silent, Jesus was silent. 4 ദിവസമായിട്ട് ഏറ്റവും യേശു സ്നേഹിച്ച കുടുംബം, യേശു അവിടെ പോയില്ല. Jesus did not go to that home and he was silent. Though he spoke to disciples, he did not communicate. അന്ന് ഫോണും ടെലിഫോണൊന്നും ഇല്ലായിരുന്നു. He was silent for 4 days. എന്റെ ചിന്തയിൽ 5-ാമത്തെ ദിവസം അവരുടെ അടക്കം എല്ലാം കഴിഞ്ഞിട്ട് യേശു എന്ന് പറയുന്ന അച്ഛൻ അവിടെ ചെന്നു. ഇന്നുമല്ല ആണെങ്കിൽ നമ്മളെ പുറത്താക്കിയത്. 5-ാമത്തെ ദിവസം യേശു അവിടെ ചെന്നു. യേശു എല്ലാം കാരണമുണ്ട്. യഹൂദനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, 4 ദിവസം വരെ ആത്മാവ് ചുറ്റി നടക്കും. അപ്പൊ 4 ദിവസത്തിനുള്ളിൽ ഈ ആത്മാവിനെ പിടിച്ച് ലാസറിന്റെ ബോഡിയെ പറ്റി ആര് പറയും, അതെന്താ പ്രയാസം, അത് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞു. So purposely Jesus did not go. He went only on the 5th day. When everything seems impossible, God works. എല്ലാം അസാധ്യമെന്ന് പറഞ്ഞ വാതിലുകൾ അടയ്ക്കുമ്പോൾ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു യേശു അവിടെ ഇറങ്ങി വരും. That is what we believe. അതുകൊണ്ട് ഇതിനപ്പുറം ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു നന്മയുണ്ട്, ഒരു അനുഗ്രഹം. ബീഹാറിലെ കോവിഡ് ബാധിച്ച ഒരു സ്ത്രീയുടെ സാക്ഷി നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും. ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളെ സൗഖ്യമാക്കിയത് മരുന്നുകളല്ലേ? ആ സ്ത്രീ പറഞ്ഞ മറുപടി, എന്റെ ഓരോ ദിവസവും ഞാൻ ക്വാറന്റൈനിലായിരുന്നപ്പോ എന്റെ കൂടെ വേദപുസ്തകം ഉണ്ടായിരുന്നു. I was reading the scriptures. God has been speaking to me. എന്റെ കൂടെ ആരുമില്ലായിരുന്നു, ആരെന്റെ അടുത്ത് വരത്തുമില്ലായിരുന്നു. But one person who constantly stayed with me, that is God and His word. ഈ കോവിഡ് കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, ആ സ്ത്രീ ഇന്ത്യയിലെ TV കൂടെ വിളിച്ചു പറഞ്ഞു, it is Jesus who healed me and it is Jesus who gave me fellowship. It is Jesus who protected me. Glory to His name. യേശുവാണ് എന്റെ കൂടെ അന്ന് എന്റെ ക്വാറന്റൈനിനോട് കൂടെ ഇരുന്നത്. യേശുവാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. ലോകത്തിലെ മരുന്നുകളല്ലെന്ന് വിളിച്ച് ഇന്ത്യയുടെ ടെലിവിഷനിൽ കൂടെ ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, ബീഹാറുകാരിയായ ഒരു ക്രിസ്ത്യാനി. ഞാൻ പറയട്ടെ, in times of pain and in tears, God is with us. His word is with us. His spirit is with us. And we will have fellowship with Him always. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ശത്രുകാഹളം കേൾക്കാൻ കാലമായി നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങാം. നല്ല നാഥനായി സേവ ചെയ്തുകൊണ്ട് സ്വർഗനാട്ടിലേക്ക് യാത്ര ചെയ്യുവാൻ നമുക്ക് ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ.